ഒരിക്കൽ ഒരാൾ പുഴയുടെ അടുത്തിരുന്ന് വത്തക്ക കഴിക്കായിരുന്നു. എന്നിട്ട് അതിന്റെ കുരുക്കൾ പുഴയിലേക്ക് തുപ്പി. അപ്പൊ പെട്ടെന്ന് 1, 2, 3 രാക്ഷസ തവളകൾ പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചു പോയ അയാൾ അനിയനെയും കെട്ടിപ്പിടിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ പുഴ മുഴുവൻ ഈ രാക്ഷസ തവളകൾ നിറഞ്ഞു. അവർക്ക് ചുറ്റും തവളകൾ വളഞ്ഞു. അവർ പുഴയുടെ അടിയിൽ താമസിക്കുന്നവരാണ്. ഇനി എങ്ങാനും അത് വഴി വന്നാൽ പുഴയിൽ കെട്ടിത്താത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷേ അത് അവർക്ക് പായ ബിസിനസ്സിനായി മലയ്ക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള എളുപ്പ വഴിയാണെന്ന് അനിയൻ പറഞ്ഞു. പക്ഷെ അവർ കേട്ടില്ല. എന്ത് തേങ്ങയാണെങ്കിലും മനുഷ്യൻ ഇതുവഴി വരണ്ട എന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാത്രി മാർക്കറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ഏട്ടൻ കള്ളു കുടിച്ചിരുന്നു. ആ പുഴയുടെ വഴി പാട്ടും പാടി നടന്നു വന്നപ്പോൾ തവളകൾ എവിടുന്നാ ഇത്? അതെ, മദ്യത്തിന്റെ മണം തന്നെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു. തവളകളെ കണ്ട് പേടിക്കാതെ അയാൾ മദ്യത്തിന്റെ മത്തിൽ തവളകളെ ചീത്ത പറയും അടിക്കാൻ നിന്നു. തവളകൾ അയാളെ കൂട്ടം കൂടി തല്ലി ബോധം കെട്ട് വീട്ടിലെത്തി അവിടെ വീണു. ഏട്ടന്റെ അവസ്ഥ കണ്ട് അനിയന് ദേഷ്യം വന്ന് ആ ദുഷ്ടമായ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അയാൾ ഒരു പാത്രം പൂജിച്ച അരിയുമായി പുഴയിലേക്ക് പോയി. എടാ തവളകളെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ആ വിളിയും കേട്ട് തവളകൾ വീണ്ടും പുറത്തേക്ക് വന്നു. അനിയൻ വെല്ലുവിളിച്ചതോടെ തവളകൾ വന്ന് രണ്ടും കൂടി വലിയ യുദ്ധം നടന്നു. തവളകളുടെ എണ്ണം കൂടിയപ്പോൾ അയാൾ സഞ്ചിയിൽ നിന്ന് കുഴച്ചു വെച്ച അരി എടുത്ത് തിന്നു. ബാക്കി നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചു. പെട്ടെന്ന് അരി സ്വർണത്തെ പോലെ തിളങ്ങിയതും ആ വെളിച്ചം തവളകളുടെ ശരീരത്തിൽ തട്ടി തൊലി ഇളകി പോകുന്നത് പോലെ തോന്നി. അവിടെ നിന്ന് പേടിച്ച് തോറ്റു തുന്നം പാടി പുഴയിലേക്ക് തന്നെ ചാടി.